ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഷോർട്സിൽ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിരുന്നു, ഇങ്ങനെ കറി ഉണ്ടാക്കുന്നതും അതൊക്കെ ആയിട്ട്. അപ്പം അതെല്ലാം കൂടി ഷോർട്സിന് യൂസ് ചെയ്തില്ല. കാരണം എല്ലാം കൂടി വെച്ചപ്പോൾ എനിക്കെന്തോ ഒരു ബോറ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ കുറേ വീഡിയോ ഉണ്ടല്ലോ, ഒരു വ്ളോഗ് പോലെ ഇടാമെന്ന് വിചാരിച്ചു. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്ന് പറയുന്നത്, ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ചിക്കൻ കറിയിൽ ഒരു ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളൊരു കറിയാണ്. ഇതിന് പ്രത്യേകിച്ചിട്ട് പേരൊന്നുമില്ല, പക്ഷേ ഇതിൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ഇത് ഒക്കെ ഇട്ട് വഴറ്റി കൊടുക്കുകയാണ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല അതൊക്കെ ഇട്ട് കൊടുത്തു. ഇത് ഭയങ്കര ഈസി ആയിട്ട്, നിങ്ങളിതുവരെ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര ഈസി ആയിട്ട് ബിഗിനറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. എക്സ്പേർട്ടിന് ഇതിലും നല്ല റെസിപ്പി അറിയായിരിക്കും. പിന്നെ അങ്ങനെ അറിയാത്തവർക്കാണെങ്കിൽ ഇത് പെട്ടെന്നൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എന്നിട്ട് ഈ മസാലയൊക്കെ ഇട്ടിട്ട് അതിൽ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത്, എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് ചിക്കന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ ബാക്കി വന്നിട്ടുള്ള മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. താഴത്തെ തട്ടിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്തൊരു സ്ഥലത്തൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്ത്, പിന്നെ ബാക്കി വന്നിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങൾ അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സ്കിൻ കെയറൊക്കെ ചെയ്ത് ടോണറും മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമൊക്കെയാണ് യൂസ് ചെയ്തത്. പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കരിച്ച് എന്നതിന് ശേഷം പിന്നെ ചോറ് കഴിക്കാനിരുന്ന് ഒരു പച്ചക്കറിയും ഒരു ചീര ഉപ്പേരിയും എഗ്ഗൊക്കെയാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. പിന്നെ ഞാൻ വെച്ച ചിക്കൻ മസാലയും ഉണ്ടായിരുന്നു. എഗ്ഗ് രാവിലെ